അല്ല ഇതാരൊക്കെയാ? ഞാൻ ദേവേന്ദ്രന്റെ അമ്മ മുത്തുപട്ടത്തി. ഇത് ദേവേന്ദ്രന്റെ ചേച്ചി കിട്ടുപട്ടത്തി. മനസ്സിലായോടി? വിളിക്കല്ലേ അവിടെ ഇങ്ങോട്ട്. ആരെ? ഇവിടെ നിങ്ങളുടെയൊക്കെ ഒരു മോളുണ്ടല്ലോ. കേന്ദ്രമന്ത്രിക്കും കേരള മന്ത്രിമാർക്കൊന്നും കോടതിയിൽ റോളില്ല. വിവാഹമോചനം നടക്കാതെ കല്യാണം നടത്താൻ പറ്റില്ല. ആ കൊച്ചു കൊണ്ടുവന്ന് ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്താലേ പണി പാൽപായസി കിട്ടും. ഒരു പണിയും കിട്ടില്ല. അതൊക്കെ കൃഷ്ണരാജ് സാറുമായിട്ട് ആലോചിച്ച് ഞാൻ കൈകാര്യം ചെയ്തോളാം. എടാ, നീ കല്യാണത്തിന് തയ്യാറാവ്. എടി, ഇതൊന്നും നടക്കില്ല. അതേ നടക്കൂ. എടി, അച്ഛന്റെയും ശ്രീയുടെയും ചെരിവ് എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇവന്റെ ജീവിതം ഇനിയും നശിപ്പിക്കാനാണോ നിങ്ങളുടെ പുറപ്പാട്? രാജു, നീയാ തീരുമാനം എടുക്കേണ്ടത്. കാരണം അനുഭവിച്ചത് മുഴുവൻ നീയാ. അതല്ല, ഇനി അവളെ മറക്കാൻ നീ തയ്യാറാവുന്നില്ലെങ്കിൽ അമ്മ വേണോ വർമ്മ സാറ് വേണോ എന്നൊരു ചോദ്യം ഞങ്ങളങ്ങോട്ട് ചോദിക്കും. അതിന് നീ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെയൊന്നും വേണ്ടി വരില്ല മോളെ. എന്റെ മോൻ അമ്മ പറയുന്നത് പോലെ തന്നെ കേൾക്കും. എടാ, നാളെ രാവിലെ ആ കേന്ദ്രമന്ത്രിയും കുടുംബവും പുന്നക്കീഴിൽ അമ്പലത്തിൽ വരുന്നുണ്ട്. നീയും ഞങ്ങളോടൊപ്പം വരണം. അങ്ങേര് ഡൽഹി പോണെന്ന് പറഞ്ഞിട്ട് ആ യാത്ര അങ്ങേര് മാറ്റി. ബ്രോക്കർ വിളിച്ചു പറഞ്ഞു. പറഞ്ഞത് നീ കേട്ടല്ലോ. ദേ, കൂട്ടുകാരിയുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നീ നിന്റെ കൂടപ്പിറപ്പിനെ കണ്ണീരിൽ ആഴ്ത്തരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. വിഷമിക്കാതെടാ, ഇതെവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം. എന്റെ കാര്യത്തില് ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കണം. എടുത്തേ പറ്റൂ. രാജു മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്നുള്ള വാക്ക് രാജുവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. എന്തായാലും നാളെ ഇത് ഞാൻ രാജുവിനോട് സംസാരിച്ചിരിക്കും. അമ്മേ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയുക. ഇതിനകത്തേക്ക് കയറി അവരെ കാണുമ്പോ പണ്ടത്തെ ബന്ധം ഓർത്ത് ഞഞ്ഞാപിഞ്ഞാ കച്ചേരി നടത്തിയേക്കരുത്. അമ്മ ഇപ്പൊ ബിസിനസ് മാഗ്നറ്റ് RVMന്റെ അമ്മയാ. അല്ലാതെ പണ്ട് ആ ഉണക്ക മന്ത്രി വർമ്മയുടെ പിറകെ ലോലക്കം പാടി നടന്ന പഴയ രാജുവിന്റെ അമ്മയല്ല. ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപന്റെ അമ്മയാ. അത് ഓർമ്മ വേണം. ആരുമില്ല ഇവിടെ. ഇത് ഞങ്ങളുടെ വീടിന്റെ ഔട്ട് ഹൗസാ. അതുകൊണ്ട് തന്നെയാ ആരോടും അനുവാദം ചോദിക്കാതെ കയറി വന്നത്. രണ്ടുപേരെയും കണ്ടിട്ട് എത്ര നാളായി. ഇങ്ങോട്ട് കേറിയിരിക്കെ. വേണ്ട, ഉപചാരവും വേണ്ട, സൽക്കാരവും വേണ്ട. ഒരിക്കൽ സൽക്കാരത്തിന് ക്ഷണിച്ച് പരസ്യമായി നാണം കെടുത്തി തല്ലിവിട്ടതിന്റെ മുറിവ് ഞങ്ങളുടെ ആരുടെ ഹൃദയത്തിൽ നിന്ന് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അത് ഈ ജന്മത്തുണങ്ങുകയില്ല. അല്ല ഇതാരൊക്കെയാ? ഞാൻ ദേവേന്ദ്രന്റെ അമ്മ മുത്തുപട്ടത്തി. ഇത് ദേവേന്ദ്രന്റെ ചേച്ചി കിട്ടുപട്ടത്തി. മനസ്സിലായോടി? വിളിക്കല്ലേ അവിടെ ഇങ്ങോട്ട്. ആരെ? ഇവിടെ നിങ്ങളുടെയൊക്കെ ഒരു മോളുണ്ടല്ലോ. ഋതിക എന്ന പേര്. അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്കാനാ പറഞ്ഞ. ആ ഋതികയ്ക്കിട്ട് ശരിക്ക് കൊടുക്കാനാന്ന് തോന്നുന്നു.
പഴയ അമ്മായിയമ്മയും നാത്തൂനും വന്നിരിക്കുന്നെ. എന്തായാലും എനിക്ക് ആഘോഷം തന്നെ. ഋതികേ, ഋതുമോളെ, നിങ്ങളോട് രണ്ടുപേരോടും അല്ല ഞങ്ങൾക്ക് ദേഷ്യം. അതാരോടൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. തോന്നിയാലും ഞങ്ങൾക്കൊന്നുമില്ല. ഇവളുടെ അച്ഛനില്ലേ ഇവിടെ? ഇല്ല, പ്രതാപൻ പുറത്തു പോയിരിക്കുക. അങ്ങേരോട് കൂടി പറയാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങേരിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാം കൂടി അങ്ങ് ഇവളോട് പറഞ്ഞാ മതിയമ്മേ. അല്ലാതെ വർമ്മ സാറിനെ ശർമ്മ സാറിനെ ഒക്കെ തിരക്കി നടക്കാൻ നമുക്ക് നേരമുണ്ടോ? രാധമേ, രാജുവും കുടുംബവുമാണ് അപ്പുറത്ത് താമസിക്കുന്നതെന്ന് പ്രതാപൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. സ്റ്റോപ്പ് ഇറ്റ്. രാധമ്മയെന്ന് കേറി വിളിക്കാൻ നിങ്ങൾക്കാരാ അനുവാദം തന്നെ? രാധ മാഡം, പ്രിയ മാഡം അങ്ങനെ വിളിക്കണം. അങ്ങനെ വിളിക്കാവൂ. പറയാൻ വന്ന കാര്യം ഇതാണ്. ഇവളിന്ന് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ അനുവാദവും ഇല്ലാതെ കേറി വന്നു. ഒരു പ്രാവശ്യം വന്നത് ഞങ്ങൾ ക്ഷമിച്ചു. മേലാൽ അങ്ങനെ കയറി വരാൻ പാടില്ല. പണ്ടത്തെ പോലെ ഒരു ബന്ധവും നിലനിൽക്കുന്നില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാ ഞങ്ങളിപ്പോ വന്നേ. കരുതിക്കൂട്ടി നീയൊക്കെ കൂടെ നാണം കെടുത്തിയതിന് പ്രതികാരം ചോദിക്കാൻ ഞങ്ങളാരും നിങ്ങളെപ്പോലെ തറകളല്ല. പക്ഷെ മനസ്സിൽ കനല് പോലെ എരിയ നിന്റെയൊക്കെ അസ്ത്രം പോലത്തെ വാക്കുകള്. എനിക്ക് അച്ഛൻ മാത്രം മതി. രാജുവിനെ എനിക്ക് വേണ്ട. മറക്കില്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല അതൊന്നും. ഇതൊക്കെ ദൈവത്തിന്റെ പകരം വീട്ടലാണെന്ന് നീയൊക്കെ കരുതിയാ മതി. താലി കെട്ടിയ പുരുഷനെ കുടുംബക്കാര് ചേർന്ന് തല്ലുകയും നാണം കെടുത്തുകയും ചെയ്തപ്പോ ഒരക്ഷരം ഉരിയാടാതെ പ്രതികരിക്കാതെ നിന്നവളാ നീ. രാധമ്മേ, വിളിക്കരുത് നീ അങ്ങനെ.